കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി. ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളുടെ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്നു ഈ 7 പ്രതികളും. 7 പ്രതികളും തങ്ങൾക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കുറ്റകൃത്യത്തിൽ, ഈ തട്ടിപ്പിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം വേണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അത് പരിഗണിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇവരുടെ 7 പേരുടെയും ഹർജി കോടതി നിരുപാധികം തള്ളുകയായിരുന്നു. പ്രധാനമായും കോടതി നടത്തിയ നിരീക്ഷണം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സാധാരണക്കാരുടെ പണമാണ് നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായും ഇത്തരക്കാർ മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവിടെ പുലർത്തിയത്. അങ്ങനെയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ 2006 മുതൽ 2016 വരെ ആ കാലഘട്ടത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന 7 പ്രതികളുടെയും ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി. ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളുടെ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.